എല്ലാവർക്കും നമസ്കാരം. ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് PYQs ആണ് ചെയ്യുന്നത്. ഈ അടുത്ത് കഴിഞ്ഞ ഒരു ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഓൾ ബട്ട് വൺ ആർ സിനോണിംസ്, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോബിംഗ്, ഗ്രോപ്പിംഗ്, ഡ്രൈവിംഗ്, ഫംബ്ലിംഗ്. അപ്പോൾ ഇതിൽ ഏതാണ് ഓഡ് വൺ വരിക? ഓപ്ഷൻ ഡി ആണ്, ഡ്രൈവിംഗ് ആണ്. ബാക്കി മൂന്നും സെർച്ച് ചെയ്യുക എന്നുള്ളൊരു അന്വേഷിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ഡ്രൈവിംഗ് മാത്രമാണ് ഓഡ് വൺ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത്, ഗാർഡനിങ് ഈസ് എ ഗുഡ് ഹോബി ഡാഷ് ഇറ്റ് ഹെൽപ്സ് ടു റിലീവ് സ്ട്രെസ്. അപ്പോൾ ഇവിടെ ഡാഷിൽ ഹവർ, മോർ ഓവർ, ഓൺ ദ കോൺട്രറി, വെയറാസ്. അപ്പോൾ ഇതിൽ മോർ ഓവർ ആയിരിക്കും അല്ലേ വരിക? മോർ ഓവർ ഇറ്റ് ഹെൽപ്സ് ടു റിലീവ് സ്ട്രെസ്. ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. റീപ്ലേസ് ദ അണ്ടർലൈൻ വേർഡ്സ് വിത്ത് വൺ വേർഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ ഇതിൽ when I met my friend after several years, he or she spoke to me with an unsatisfied desire about our good old days. അപ്പം with an unsatisfied desire വരുന്നത് ഏതാണ് ഈ ഓപ്ഷൻസിൽ ആ അർത്ഥം വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, wistfully. അടുത്ത ചോദ്യം, ആഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് us were not ready to go to the concert. അപ്പോൾ ഇവിടെ എന്താണ് വരിക? വേർ നോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേറല്ലേ വരേണ്ടത്. അപ്പോൾ ഇവിടെ വേറുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, വേർ വി. ബാക്കി എല്ലാത്തിലും നോട്ട് ഉണ്ട്. ഓൾറെഡി ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ടാഗിൽ നെഗറ്റീവ് വരില്ല. അപ്പോൾ ഇവിടെ വേർ വി ആണ്, ടാഗ് പോസിറ്റീവ് ആണ്, ഓപ്ഷൻ സി കേട്ടോ. അടുത്തത് റൈറ്റ് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് യുവർ ഗുഡ് നെയിം വൺസ് യു ഹാവ് ലോസ്റ്റ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൽപ്പേര് നശിപ്പിച്ചാൽ അത് തിരിച്ച് കിട്ടാൻ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ തിരിച്ച് കിട്ടുക എന്നുള്ള അർത്ഥം വരുന്നത് ഏത് ഓപ്ഷനാണ്? അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ ഓപ്ഷൻ സി, ഗെറ്റ് ബാക്ക് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. റാഷ് ഡ്രൈവിംഗ് കോസസ് മെനി ആക്സിഡൻറ്റ്സ്. അപ്പോൾ അതിൽ ഏതാ കറക്റ്റ് വരിക? റാഷ് ഡ്രൈവിംഗ് കോസസ് മെനി ആക്സിഡൻറ്റിനെ നമ്മൾ പാസീവിലേക്ക് ആക്കുമ്പോൾ എങ്ങനെ വരും? മെനി ആക്സിഡൻറ്റ്സ് ആർ കോസ്ഡ് ബൈ റാഷ് ഡ്രൈവിംഗ് എന്ന് വരും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇഫ് യു ഹാഡ് ഗോൺ ടു ദ ഫെസ്റ്റ് യു ഡാഷ് ഏബിൾ ടു സീ ദ മാജിക് ഷോ. അപ്പോൾ ഇഫ് യു ഹാഡ് ഗോൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താവും വരിക? യു വുഡ് ഹാവ് ബീൻ ഏബിൾ ടു ആണ് വരിക അല്ലേ? ഹാഡ് ഗോൺ വരുമ്പോൾ ഹാവ് ബീൻ ഏബിൾ ടു എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇഫ് യു ഹാഡ് ഗോൺ ടു ദ ഫെസ്റ്റ് യു വുഡ് ഹാവ് ബീൻ ഏബിൾ ടു സീ ദ മാജിക് ഷോ ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഹി വാസ് ട്രൈയിങ് ടു കൺവിൻസ് ഹെർ ബട്ട് ഇറ്റ് വാസ് പോയിന്റ്ലെസ്. അപ്പോൾ ഇവിടെ ട്രൈയിങ് ടു കൺവിൻസ് ഹെർ ബട്ട് ഇറ്റ് വാസ് പോയിന്റ്ലെസ് എന്ന് പറയുന്ന ആ സംഭവത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇഡിയം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാ വരിക? ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്, കട്ടിംഗ് ദ ലോങ് സ്റ്റോറി ഷോർട്ട്, ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ്, ഹിറ്റിംഗ് ദ നെയിൽ ഓൺ ദ ഹെഡ്. അപ്പോൾ ഇതിൽ ഏതാ വരിക? ഓപ്ഷൻ സി അല്ലേ, ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ്. എന്താ പറയുക? ചത്ത കുതിരയെ തെളിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ എന്തോ പറയില്ലേ, അതാണ് ഇവിടെ പറയുന്നത്, ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ്. ഇനി റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡു യു എക്സ്പെക്ട് എ ലാർജ് ക്രൗഡ് ഫോർ ദ മീറ്റിംഗ്, ദ മാനേജർ ആസ്ക്ഡ് മീ. അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പം എന്തായിരിക്കും വരിക? ദ മാനേജർ ആസ്ക്ഡ് മീ ഇഫ് ഐ എക്സ്പെക്റ്റഡ് എ ലാർജ് ക്രൗഡ് ഫോർ ദ മീറ്റിംഗ്. അപ്പോൾ ദ മാനേജർ ആസ്ക്ഡ് മീ ഇഫ് ഐ എക്സ്പെക്റ്റഡ് എ ലാർജ് ക്രൗഡ് ഫോർ ദ മീറ്റിംഗ്, ഓപ്ഷൻ സിയിലാണ് വരുന്നത്, ഓപ്ഷൻ സി കേട്ടോ. ഇനി ഫില്ലപ്പ് സ്യൂട്ടബ്ലി, ദ പ്ലേസ് ഇസ് ഇൻഫെസ്റ്റഡ് ഡാഷ് റാറ്റ്സ്. അപ്പം ഇൻഫെസ്റ്റഡ് അവിടെ എന്താണ് വരിക? ഇൻഫെസ്റ്റഡ് വിത്ത് അല്ലേ? ദ പ്ലേസ് ഇസ് ഇൻഫെസ്റ്റഡ് വിത്ത് റാറ്റ്സ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, എ പേഴ്സൺ ഹു ഹെൽപ്സ് അതേഴ്സ് എസ്പെഷ്യലി ത്രൂ ചാരിറ്റബിൾ വർക്ക് ഓർ ഡൊണേഷൻസ് ഓഫ് മണി. അപ്പോൾ ഒരാളെ പൈസയായിട്ടും ചാരിറ്റബിൾ വർക്കൊക്കെ ആയിട്ട് സഹായിക്കുന്ന ആളുകൾ, മനുഷ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാർ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ഫിലാന്ത്രോപ്പിസ്റ്റ് ആണല്ലേ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഫിലാന്ത്രോപ്പിസ്റ്റ്. ഫ്രം വിച്ച് ലാംഗ്വേജ് ഡസ് ദ വേർഡ് ഡെമോക്രസി കം. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്ന വേർഡ് ഏതിൽ നിന്നാണ് ഉദ്ഭവിച്ചിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗ്രീക്കിൽ നിന്നാണ് ഡെമോക്രസി എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ടാഗ് ആണ്, പ്ലീസ് ലെൻഡ് യുവർ ബുക്ക് ഡാഷ്, ഡോണ്ട് യു, വോണ്ട് യു, വിൽ യു, ഷാൽ യു. അപ്പം പ്ലീസ് ലെൻഡ് യുവർ ബുക്ക്, വിൽ യു അല്ലേ, വിൽ യു അല്ലേ ചോദിക്കാം, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഹാഡ് ഐ നോട്ട് സീൻ ദിസ് വിത്ത് മൈ ഓൺ ഐസ് ഐ ഡാഷ് ഇറ്റ്. അപ്പം എന്താ? ഞാനതിൻ്റെ കണ്ണുകൊണ്ട് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനത് വിശ്വസിക്കില്ലായിരുന്നു. അപ്പം ഹാഡ് ഐ നോട്ട് സീൻ എന്ന് പറയുമ്പം ഐ വുഡ് നോട്ട് ഹാവ് ബിലീവ്ഡ് ഇറ്റ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരിക, ഐ വുഡ് നോട്ട് ഹാവ് ബിലീവ്ഡ് ഇറ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ ഹസാഡസ് മീൻസ്. അപ്പോൾ ഹസാഡസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ അപകടം പിടിച്ചിട്ടുള്ള, അപകടകരമായിട്ടുള്ള. അപ്പോൾ ആ ഒരു അർത്ഥം വരുന്നത് ഓപ്ഷൻസിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഡേഞ്ചറസ്. ഹസാഡസ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ്. ദ കറക്റ്റ് വേർഡ് ഫോർ ടെൻഡിങ് ടു ചേഞ്ച്. അപ്പോൾ ടെൻഡിങ് ടു ചേഞ്ച്, ചേഞ്ചബിൾ. ചേഞ്ചബിളിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചേഞ്ചബിളിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാ വരുന്നത്? CHANGEABLE. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നെയ്തർ ഫുഡ് നോർ വാട്ടർ ഡാഷ് ടു ബി ഫൗണ്ട്. അപ്പോൾ അവിടെ ഭക്ഷണമോ വെള്ളമോ ഉണ്ടായിരുന്നില്ല. നെയ്തർ നോർ വരുമ്പോൾ അവിടെ സിംഗുലർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഏതാണ് ഓപ്ഷനിൽ വരിക? നെയ്തർ നോർ വരുമ്പോഴും എയ്തർ ഓർ ഒക്കെ വരുമ്പോഴും നമ്മളവിടെ ഈസ് വാസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം നെയ്തർ ഫുഡ് നോർ വാട്ടർ വാസ് ടു ബി ഫൗണ്ട് ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്തത് സെലക്ട് ദ കറക്റ്റ് സെന്റൻസ്. യു നീഡ് നോട്ട് ടു ഡു ഇറ്റ്. You not to do it. You need not do it. You need not it to do. അപ്പോൾ ഇതിൽ ഏതാ കറക്റ്റ് വരിക? ഒന്ന് നോക്കിയെല്ലാവരും. യു നീഡ് നോട്ട് ഡു ഇറ്റ് അല്ലേ കറക്റ്റ്. ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിട്ട് വരുന്ന സെന്റൻസ് യു നീഡ് നോട്ട് ഡു ഇറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. വിച്ച് ഇസ് ദ വേർഡ് ദാറ്റ് മീൻസ് ബേസ്ഡ് ഓൺ വാട്ട് സീംസ് ടു ബി സോ വിത്തൗട്ട് ഫർദർ ഓർ ഡീപ്പർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ പ്രഥമ ദൃഷ്ടിയ എന്നൊക്കെ പറയും. ഒരുപാട് ഡീപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താണ്ട് നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണുന്നതിൽ നമുക്ക് എന്താണ് സീം ചെയ്യുന്നത്, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്താതെ ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? പ്രഥമ ദൃഷ്ടിയ. അതിൻ്റെ മീനിങ് ഇംഗ്ലീഷിൽ വരുന്നത് പ്രൈമാ ഫേസി എന്നാണ് കേട്ടോ. പ്രൈമാ ഫേസി. ട്രാൻസ്ഫോം ദ ഗിവൻ സെന്റൻസ് വിത്തൗട്ട് എനി ചേഞ്ച് ഓഫ് മീനിങ്. ഓ ദാറ്റ് ഐ വർ യങ് അഗെയിൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ചേഞ്ച് ഓഫ് മീനിങ് ഇല്ലാണ്ട് മാറ്റുക? I wish I was young again. I wish that I were young again. I was young again and that was my wish. My wish is that I would be young again. അതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് I wish that I were young again ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തതൊരു പാസേജ് കോംപ്രിഹെൻഷൻ ആണ്. We walked a short distance in silence, even our footsteps muffled by the fog, and turned into the narrow entrance of an old building. As we mounted the creaking staircase, my nostrils were stung by the sick, sweet odor of illuminating gas. On the upper story, the agitated landlady showed us to a bare little attic, where, stretched on a narrow bed, lay the body of a young man. അപ്പം ഇതിൽ ഈ ഒരു പാസേജ് വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പറയാം. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് അജിറ്റേറ്റഡ് അത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അജിറ്റേറ്റഡ് എന്ന് പറയുന്ന വേർഡിനോട് മോസ്റ്റ് സിമിലർ ആയിട്ടുള്ളത് വെറീഡ്, ട്രാൻക്യുലൈസ്ഡ്, ട്രബിൾഡ്, ഫ്ലസ്റ്റേർഡ്. അപ്പോൾ ഇതിൽ ട്രാൻക്യുലൈസ്ഡ് എന്ന് പറയുമ്പം കാമായിട്ട്, സമാധാനമായിട്ട് എന്നുള്ളതാണ്. അജിറ്റേറ്റഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അർത്ഥമല്ല വരുന്നത്. അജിറ്റേറ്റഡിൽ ഇവിടെ പരിഭ്രമിച്ച് അങ്ങനെ അല്ലെങ്കിൽ പരിഭ്രാന്തി ആയിട്ടുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പം വെറീഡ്, ട്രബിൾ, ഫ്ലസ്റ്റേർഡ് വരുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പാസ്റ്റ് ടെൻസ് ഓഫ് ദ വേർബ് ലേ. ലേയുടെ പാസ്റ്റ് ടെൻസ് എന്താ? ലെയ്ഡ് അല്ലേ. ഓപ്ഷൻ ബി ലെയ്ഡ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി ഈ രണ്ട് ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ഔട്ട് ചെയ്തതാണ്. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, 63-ഉം 64-ഉം. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്ജക്റ്റീവ് ഫ്രേസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോസ്ട്രിൽസ്, എജിറ്റേറ്റഡ്, ലിറ്റിൽ ആറ്റിക്, സ്ട്രെച്ച്ഡ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നത്. അത് ഇവിടെ എന്താണ്? ആറ്റിക് എന്ന് പറയുന്ന ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ലിറ്റിൽ. അപ്പം സി ആണ് മോസ്റ്റ്ലി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇനി വേർ വാസ് ദ ബോഡി ഓഫ് എ യങ് മാൻ. ഇതിൽ അങ്ങനെ ഈ ഓപ്ഷൻസിൽ സ്യൂട്ടബിൾ എന്ന് പറയാൻ ആ അപ്പർ സ്റ്റോറി ആണുള്ളത്. നമ്മൾ ഈ പാസേജിൽ വായിച്ചില്ലേ? ഓൺ ദ അപ്പർ സ്റ്റോറി ദ അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി ഷോഡ് us to a bare little attic where stretched on a narrow bed lay the body of a young man. അപ്പം ആറ്റിക്കിലുള്ള ബെഡിലാണ്, അപ്പർ സ്റ്റോറിയിലാണ്. അപ്പം ഇതിൽ ശരിക്കും ആറ്റിക്കോ ബെഡോ ആണ് ഓപ്ഷനിൽ വരേണ്ടിയിരുന്നത്, അതില്ല. വിച്ച് വൺ ഇസ് കറക്റ്റ്? If I were you, I will complete the task on time. If I were you, I would have completed the task on time. If I were you, I would complete the task on time. If I were you, I would completed the task on time. അപ്പോൾ ഇതിൽ കറക്റ്റ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ. If I were you, I would complete the task on time ആണ് വരുന്നത് കറക്റ്റ് ആയിട്ട് കേട്ടോ. She usually wears sari, but now she dash pants. അപ്പോൾ ഇവിടെ എന്താ വരിക? അവൾ സാധാരണ സാരിയാണ് ധരിക്കാറ്, പക്ഷെ ഇപ്പം അവൾ ധരിച്ചിരിക്കുന്നത് പാൻസ് ആണ്. അപ്പോൾ ഇപ്പം ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഷീ ഈസ് വെയറിങ് പാൻസ്. A number of soldiers dash lost their lives. അപ്പം ഒരുപാട് പട്ടാളക്കാർ അവരുടെ ജീവൻ വെടിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരുണ്ട്, പ്ലൂറൽ ആണ്. അപ്പോൾ ഹാവ് ആണ് വരിക കേട്ടോ. A number of soldiers have lost their lives. അടുത്തത് you had better dash it now. You had better do it now. ഇപ്പോൾ ചെയ്യുക, അതാണ് പറയുന്നത് do it now. Deepak enrolled in Dash University in Chennai.
അപ്പോൾ ഇവിടെ എന്താ ആർട്ടിക്കിളാണ് വരിക? എ എന്താ അല്ലെങ്കിൽ ഓഫ് ആണോ വരിക? ഏതാണ് വരിക? ദീപക് എൻറോൾഡ് ഇൻ എ യൂണിവേഴ്സിറ്റി ഇൻ ചെന്നൈ അല്ലേ? അപ്പോൾ എ ആണ് വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൻ ഇഡിയം. ഏതാണ്? ലൈഫ് ഇസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പം അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ടുള്ളതാണ് ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ആ ഒരു അർത്ഥം വരുന്നതിൽ ഏതാ? അൺസർട്ടനിറ്റീസ് അല്ലേ? ട്രാൻക്വിലിറ്റി, കൺസോലേഷൻ, സൊലീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സമാധാനം അല്ലെങ്കിൽ ശാന്തത അതൊക്കെയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുമ്പോൾ അൺസർട്ടൈൻ ആണ് എന്നുള്ളതാണ് കേട്ടോ. ഇനി റീഅറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ഓർ ഫ്രേസസ് ടു ഫോം മീനിങ് സെന്റൻസ്. യു ലീഡ് എനിവർ ഷാൽ ഐ. ഇതിൽ എങ്ങനെയാ വരിക? ഷാൽ ഐ ലീഡ് യു എനിവർ അല്ലേ? ഷാൽ ഐ ലീഡ് യു എനിവർ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാ വരിക? സി ആണല്ലേ. 4, 2, 1, 3. ഐ കുഡ് ലുക്ക് ഡൗൺ ഡാഷ് ദ ബനിയൻ ലീവ്സ്. എന്താണ്? ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബനിയൻ ലീവ്സ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കേട്ടോ. ഐ ആം ലേറ്റ് ഡാഷ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ്, ഏത് ക്വസ്റ്റ്യൻ ടാഗാ വരിക? ഐ ആം ലേറ്റ്. ആം ഐ എന്ന് പറയാനുള്ള പ്രവണത എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ആം ഐ അല്ല വരിക. ഏതാണ്? ആറിൻറ്റ് ഐ. ഐ അവിടെ എന്താണ്? ഇവിടെ നമ്മൾ ഐനെ ഇതായിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്, പ്ലൂറലായിട്ടല്ലേ കൺസിഡർ ചെയ്യണത്. അപ്പം ആറിൻറ്റ് ഐ എന്നാണ് വരിക കേട്ടോ. ദെൻ ഹി പുട്ട് ഓൺ ഹിസ് ഹാറ്റ് ആൻഡ് ഡാഷ് ടു ദ ഹൗസ്. അപ്പം ഇവിടെ ഏതാ വരിക? റാൻ ഓൺ, റാൻ ഓഫ്, റാൻ അപ്പ്, റാൻ ഔട്ട്. റാൻ അപ്പ് ടു ദ ഹൗസ് ആണ് വരിക. ഓപ്ഷൻ സി ആണ്. ദെൻ ഹി പുട്ട് ഓൺ ഹിസ് ഹാറ്റ് ആൻഡ് റാൻ അപ്പ് ടു ദ ഹൗസ്. ക്യാൻ ഐ ഹാവ് ദ പെൻസിൽ ഡാഷ് ഐ ഗേവ് യു ടുഡേ മോർണിംഗ്. അപ്പോൾ ഇവിടെ എന്താ വരിക? ക്യാൻ ഐ ഹാവ് ദ പെൻസിൽ ദാറ്റ് ഐ ഗേവ് യു ടുഡേ മോർണിംഗ്. ദാറ്റ് ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഇസ് റോങ്ലി സ്പെൽഡ്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കിയാൽ ഇതിൽ റോങ്ലി സ്പെൽഡ്, സ്പെല്ലിംഗ് തെറ്റിയിട്ടുള്ളത് ഏതാണ്? എ ആണല്ലേ. ഡെലിൻക്വിൻറ്റ് അങ്ങനെയല്ലല്ലോ എഴുതുക. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഡിലിനേറ്റ് കറക്റ്റ് ആണ്. ഡെലിഗേഷൻ കറക്റ്റ് ആണ്. ഡെലിൻക്വൻറ്റ് കറക്റ്റ് ആണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് തെറ്റ് കേട്ടോ. ഇനി ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറഞ്ഞേക്കണേ. വൈ ഡിഡ് യു കം ലേറ്റ് ദ ടീച്ചർ ആസ്ക്ഡ് ജെയിംസ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും മാറുക? ദ ടീച്ചർ ആസ്ക്ഡ് ജെയിംസ് വൈ ഹി ഹാഡ് കം ലേറ്റ് ആണ് വരിക അല്ലേ. വൈ ഡിഡ് യു മാറിയിട്ട് എന്താവും? വൈ ഹി ഹാഡ് കം ലേറ്റ് ആവും. അപ്പോൾ അതേതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ. ഇനി പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ് ആണ്. ഹി പോസ്റ്റഡ് ദ ലെറ്റേഴ്സ്. അപ്പോൾ അതെങ്ങനെ വരും? ദ ലെറ്റേഴ്സ് വർ പോസ്റ്റഡ് ബൈ ഹിം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത് ദ എർത്ത് ഡാഷ് അറൗണ്ട് ദ സൺ. അവിടെ എങ്ങനെയാണ് വരിക? ദ എർത്ത്, എർത്ത് എന്ന് പറയുമ്പോൾ അവിടെ സിംഗുലർ ആണ്. അപ്പം നൗൺ സിംഗുലർ ആയാൽ വെർബ് എന്താവും? പ്ലൂറൽ ആവും. അപ്പം റിവോൾവ്സ്. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ചൂസ് ദ സെൻറ്റൻസ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് പങ്ക്ച്വേഷൻ. അപ്പോൾ ഇതിൽ കറക്റ്റ് പങ്ക്ച്വേഷൻ ഉള്ളത് ഏതാണ്? നോക്കിയേ, ഫസ്റ്റത്തേൽ ഇടയിലൊക്കെ ക്യാപ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതല്ല. പിന്നെ വെൽ വൈ ഡോണ്ട് യു റീഡ് ദ ബുക്ക് എന്ന് പറഞ്ഞു വരുമ്പം ഇതിലും ഇടയിൽ ക്യാപ്സ് വരുന്നുണ്ട്, ഇതും അല്ല. ഇവിടെ ആണെങ്കിൽ വെൽ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ഇതും അല്ല. അപ്പോൾ ഇത് മൂന്നും അല്ല. കറക്റ്റ് വരുന്നത് സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എയ്തർ യു ഓർ ഐ ഡാഷ് ടു ചൂസ് ദ പോസ്റ്റ്. അപ്പോൾ ഇവിടെ എയ്തർ യു ഓർ ഐ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഐൻ്റെ കൂടെ മിക്കാറും എന്തായാലും വരും, ആം തന്നെയാണ് വരിക അല്ലേ. എയ്തർ യു ഓർ ഐ ആം ടു ചൂസ് ദ പോസ്റ്റ്. അപ്പോൾ ഐ ആം ആണ്, ബി ആണ് കേട്ടോ. ഇനി ദ പാസീവ് ഫോം ഓഫ് യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെൻറ്റ്. യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെൻറ്റ്. അപ്പോൾ അതിനെ പാസീവായിട്ട് എഴുതുമ്പോൾ എന്ത് വരും? ദ ഡോക്യുമെൻറ്റ് നീഡ് നോട്ട് ബി സബ്മിറ്റഡ് വരും അല്ലേ. ഓപ്ഷൻ സി ആണ്. ദ ഡോക്യുമെൻറ്റ് നീഡ് നോട്ട് ബി സബ്മിറ്റഡ് വരും. They were not ashamed dash hug each other. അപ്പോൾ they were not ashamed to hug each other. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഗെറ്റ് റെഡി ഫോർ ദി ഡിസെൻറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. അപ്പം ഗെറ്റ് റെഡി ഫോർ ദി ഡിസെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഡർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ അത് ഇമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലാണ്, ഇമ്പാരറ്റീവ് സെൻറ്റൻസിലാണ് വരിക. ഓർഡർ അതുപോലെ റിക്വസ്റ്റ് ഒക്കെ ഇമ്പാരറ്റീവ് സെൻറ്റൻസിലാണ് വരിക. അപ്പോൾ ഇവിടെ ഗെറ്റ് റെഡി ഫോർ ദി ഡിസെൻറ്റ് എന്ന് പറയുന്നത് ഇമ്പാരറ്റീവ് സെൻറ്റൻസ് ആണ്. ഷീ വിൽ ഡാഷ് ദ പൊസിഷൻ ഓഫ് എ മാനേജർ ടുമോറോ. അപ്പം നാളെ അവൾ മാനേജറിൻ്റെ ചുമതല ഏറ്റെടുക്കും എന്ന് പറയുമ്പം ആ ഏറ്റെടുക്കും എന്ന് പറയുന്നത് ഏത് വേർഡാണ്? ടേക്കപ്പ് ആണ്. ഓപ്ഷൻ ഡി. ഷീ വിൽ ടേക്കപ്പ് ദ പൊസിഷൻ ഓഫ് മാനേജർ ടുമോറോ. ഇനി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് മനോവറിൻ്റെ കറക്റ്റ് വേർഡ്, കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? മനോവർ എന്ന് പറയുമ്പം MANOEUVRE ആണ്. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ, മനോവർ. ഇഫ് ഐ ന്യൂ ഹെർ അഡ്രസ് ഐ ഡാഷ് എ ലെറ്റർ ടു ഹെർ. അപ്പം എനിക്ക് അവളുടെ അഡ്രസ്സ് അറിയാമായിരുന്നെങ്കിൽ എനിക്കൊരു ലെറ്റർ എഴുതായിരുന്നു അല്ലേ. അപ്പോൾ എന്താ പറയുക? ഇഫ് ഐ ന്യൂ ഹെർ അഡ്രസ് ഐ കുഡ് റൈറ്റ് എ ലെറ്റർ ടു ഹെർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. സിനോണിംസ് ഓഫ് സക്കംബ്. അപ്പോൾ സക്കംബ്
അതിൻ്റെ സിനോണിമ്. സക്കംബ് എന്ന് പറഞ്ഞാൽ എന്താ, വിധേയപ്പെടുക അല്ലെങ്കിൽ അതിനോട് എന്താ പറയുക, നമ്മൾ സറണ്ടർ ചെയ്യുക, അങ്ങനെ ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സിനോണിം വരുന്നത് ഏതാണ്? ഈൽഡ്, റെലന്റ്, റിവോൾട്ട്, കോൺക്വർ. 1 and 2 ആണ് വരുന്നത്, ഈൽഡ് ആൻഡ് റിലന്റ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ് കറക്റ്റ് ആൻസർ. ഇനി റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനുള്ളതാണ്. ഐ ആസ്ക്ഡ് ഹിം ക്യാൻ യു ജോയിൻ ദ ടീം ടുഡേ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വരിക? ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഹി കുഡ് ജോയിൻ ദ ടീം ഓൺ ദാറ്റ് ഡേ വരും അല്ലേ. ടുഡേ മാറിയിട്ട് ഓൺ ദാറ്റ് ഡേ ആവും. അതുപോലെ സെൻറ്റൻസ് എങ്ങനെ വരും? ഐ ആസ്ക് ഹിം ഇഫ് ഹി കുഡ് ജോയിൻ ദ ടീം ഓൺ ദാറ്റ് ഡേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കേട്ടോ. ദ ഇഡിയം സ്റ്റാൻഡ്സ് ഫോർ സ്റ്റോപ്പ് അവോയ്ഡിങ് ദ മെയിൻ ഇഷ്യൂ ആൻഡ് സ്പീക്ക് ഡയറക്ട്ലി. അപ്പോൾ അതെന്താ വരിക? മെയിൻ ഇഷ്യൂ പറയാണ്ട് തട്ടിയും തടവിയും ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതിനെ എന്ത് ഇഡിയമിലാണ് പറയുക? ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്നാണ് പറയുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇവിടെ ബ്രേക്ക് എ ലെഗ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾ ദി ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് കേട്ടോ വരുന്നത്, ബ്രേക്ക് എ ലെഗ്. അതുപോലെ ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കിപ്പോൾ താല്പര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ കൂടെ എന്താണ്, നമ്മൾ ആ ഒരു സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മർദ്ദം കൊണ്ടോ അത് ചെയ്യേണ്ടി വരിക, അതാണ് ബൈറ്റ് ദ ബുള്ളറ്റ്. അതുപോലെ ബീറ്റ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ്ലെസ് ആയിട്ടുള്ള കാര്യം ചെയ്യുക, പ്രത്യേകിച്ച് ഒരു ഗുണമില്ല, ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടോ ചെയ്തുകൊണ്ടോ ഒരു ഗുണം ഉണ്ടാവാൻ പോണില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഹി അപ്പോളജൈസ്ഡ് ഫോർ അറൈവിങ് ലേറ്റ്. അപ്പോൾ ഇവിടെ ലേറ്റ് എന്ന് പറയുന്ന വേർഡ് എന്തിനാണ് ഡിനോട്ട് ചെയ്യണേ? അഡ്വേർബ്, അഡ്ജക്റ്റീവ്, കൺജങ്ഷൻ, പ്രിപ്പോസിഷൻ. അപ്പോൾ ഇവിടെ അറൈവിങ് ലേറ്റ് ആണ് അല്ലേ. അറൈവിങ് എന്ന് പറയുന്ന വെർബിനെ എന്ത് ചെയ്യുന്നത്? വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? അഡ്വേർബ് ആണ് ലേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 20% ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് കംപ്ലീറ്റഡ് ദ അസൈൻമെന്റ്സ് ഓൺ ടൈം. അപ്പം 20% ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. ആരാണ് വരിക? അപ്പം ഹാവ് ആണ് അല്ലേ വരിക. 20% ഓഫ് സ്റ്റുഡൻസ് ഹാവ് കംപ്ലീറ്റഡ് ദ അസൈൻമെന്റ് ഓൺ ടൈം. അടുത്ത ക്വസ്റ്റ്യൻ, വി നീഡ് ഡാഷ് ഷുഗർ ടു ബേക്ക് ദ കേക്ക്. വി നീഡ് ഡാഷ് ഷുഗർ, എ ഷുഗർ, ആൻഡ് ഷുഗർ, ദ ഷുഗർ എന്നൊന്നും പറയില്ല അല്ലേ. ഇവിടെ ഒന്നും വേണ്ട, ആർട്ടിക്കിൾ വേണ്ട. വി നീഡ് ഷുഗർ ടു ബേക്ക് ദ കേക്ക് മതി. അപ്പം ഓപ്ഷൻ ഡി ആണ് നോ ആർട്ടിക്കിൾ. ബൈ ദ ടൈം ദ ഗെസ്റ്റ്സ് അറൈവ് വി ഡാഷ് ദ ഹാൾ. അപ്പോൾ ഇവിടെ എന്താ വരിക? ബൈ ദ ടൈം ഗെസ്റ്റ്സ് അറൈവ് വി വിൽ ഹാവ് ഡെക്കറേറ്റഡ് ദ ഹാൾ. അവർ വരുമ്പോഴത്തേനും നമ്മളിത് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. വി വിൽ ഹാവ് ഡെക്കറേറ്റഡ് ദ ഹാൾ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ വരുന്നത്. ഹി ഹാസ് ബീൻ ലിവിങ് ഇൻ ഡൽഹി ഡാഷ് 2015. അപ്പോൾ അതെന്താ വരിക? സിൻസ്, അന്ന് മുതൽ. ഹി ഹാസ് ബീൻ ലിവിങ് ഇൻ ഡൽഹി സിൻസ് 2015. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് പ്ലൂറൽ ഓഫ് അപ്പൻഡിക്സ് വെൻ റെഫറിങ് ടു ടെക്സ്റ്റ്. അപ്പോൾ അപ്പൻഡിക്സിന്റെ പ്ലൂറൽ എന്താ? അപ്പൻഡിക്സ്, അപ്പൻഡിസസ് ആണ് വരിക കേട്ടോ. ഓപ്ഷൻ എ ആണ് അപ്പൻഡിസസ്. ഇനി ഇതിൽ കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, സ്നോഫോളിന്റെ. അപ്പം അതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലേ. ഹൈഫണോ ഗ്യാപ്പോ ഒന്നുമില്ല, സ്നോഫോൾ ഒരുമിച്ചാണ് എഴുതുക കേട്ടോ. ദ വേർഡ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു അബ്രിഡ്ജ്. അബ്രിഡ്ജിന്റെ ക്ലോസസ്റ്റ് മീനിങ് വരുന്നത് ഏത് ഓപ്ഷനാണ്? അബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഷോർട്ടൻ ചെയ്യുക, ചെറുതാക്കുക എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഓപ്ഷൻ ബി കണ്ടൻസ് ആണ് അതിനോട് ക്ലോസസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഡസ് സുവോമോട്ടോ മീൻ? അപ്പോൾ സുവോമോട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ കോടതിയൊക്കെ സുവോമോട്ടോ കേസ് എടുത്തു എന്നൊക്കെ പറയും, സ്വമേധയാ കേസ് എടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ദ ഇഡിയം ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ മീൻസ്. ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിൻ്റെ കൂടെ നമ്മൾ ആ കൂട്ടത്തിൻ്റെ ഒപ്പം പോവുക, അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് ജംപ് ഓൺ ദ ബാൻഡ് വാഗണിൽ വരുന്നത്. അപ്പം ടു ജോയിൻ അതേഴ്സ് ഇൻ ഡൂയിങ് സംതിങ് പോപ്പുലർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഇപ്പോൾ കറക്റ്റ് ആർട്ടിക്കിൾ ആണ് ചോദിച്ചേക്കണേ. ഹി വെയിറ്റഡ് ഫോർ ഡാഷ് അവർ ആൻഡ് ഹാഫ് ഫോർ ലഞ്ച്. അപ്പോൾ ഹി വെയിറ്റഡ് ഫോർ ഡാഷ് അവർ ആൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ യൂഷ്വലി പറയുക? ആൻ അവർ ആൻഡ് ഹാഫ് അല്ലേ. ആൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഹി സാറ്റ് ഡാഷ് ഹിസ് ഫ്രണ്ട്. ഹി സാറ്റ് എന്താണ് വരിക? ബിസൈഡ് ഹിസ് ഫ്രണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഹി സാറ്റ് ബിസൈഡ് ഹിസ് ഫ്രണ്ട്. മൈ ബ്രദർ ഇസ് ഡാഷ് ബോയ് ഇൻ ഹിസ് ക്ലാസ്. അപ്പം അവൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ഉയരം കൂടിയത് അവനാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് വരിക അല്ലേ. ദ ടോളസ്റ്റ്. മൈ ബ്രദർ ഇസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ഹിസ് ക്ലാസ്. ഐ സോ എ ഡാഷ് ഓഫ് ഡോഗ്സ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഡോഗ്സിന് എന്താ പറയുക? ഐ സോ എ ഡാഷ് ഓഫ് ഡോഗ്സ്. ഐ സോ എ പാക്ക് ഓഫ് ഡോഗ്സ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഐ സോ എ പാക്ക് ഓഫ് ഡോഗ്സ്. അടുത്തത് കറക്റ്റ് പാസീവ് ഫോമിലേക്കുള്ളത്. ഓക്കെ, ഈ തന്നിരിക്കുന്നതിൽ നിന്ന് കറക്റ്റ് പാസീവ് ഫോം ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ഇതിൽ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ. ദ ഓൾഡ് വുമൺ വിൽ ബി ഹെൽപ്ഡ് ബൈ ഹിം ആണ് വരുന്നത്. വിൽ ഹാവ് ഹെൽപ്ഡ് ബൈ ഹിമോ വിൽ ബീയിങ്ങോ അല്ലെങ്കിൽ വുഡ് ഹാവ് ഹെൽപ്ഡ് ബൈ ഹിം ഒന്നും വരില്ല, അതൊക്കെ തെറ്റാണ്. കറക്റ്റ് ഗ്രാമാറ്റിക്കലി വരുന്നത് ദ ഓൾഡ് വുമൺ വിൽ ബി ഹെൽപ്ഡ് ബൈ ഹിം കേട്ടോ.
ഇനി മൈ ഫ്രണ്ട് ഹാസ് ടു മെനി അയേൺസ് ഇൻ ദ ഫയർ. അപ്പം ഈ ടു മെനി അയേൺസ് ഇൻ ദ ഫയറിന്റെ അണ്ടർലൈൻ ചെയ്ത ഇഡിയത്തിന്റെ അർത്ഥം എന്താണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതെന്താ, ഒരേ സമയം കുറേ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഹീ ഈസ് എൻഗേജ്ഡ് ഇൻ ടു മെനി എന്റർപ്രൈസസ് അറ്റ് ദ സെയിം ടൈം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കേട്ടോ. ഹീ സീംഡ് അഫക്റ്റഡ് ബൈ ഡിഫിഡൻസ്. അപ്പൊ ഡിഫിഡൻസിന്റെ ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫിഡൻസിന്റെ ഓപ്പോസിറ്റ് അതേതാണ്? കോൺഫിഡൻസ് ആണ്. ഓപ്ഷൻ എ ആണ് കോൺഫിഡൻസ്. ഐ ഡാഷ് അറ്റൻഡ് ദ ക്ലാസ് സിൻസ് 10 AM. അപ്പം ഞാൻ 10 മണി മുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താ വരിക? ഐ ഹാവ് ബീൻ അറ്റൻഡിങ് ദ ക്ലാസ് സിൻസ് 10 AM. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഐ വെൻ ഫോർ എ പിക്നിക് ടു റിലീവ് ദ ടീഡിയം ഓഫ് എവറി ഡേ ലൈഫ്. അപ്പം എല്ലാ ദിവസത്തിൻ്റെയും ആ ഒരു ബോറടി മാറ്റാൻ ഞാൻ ഒരു പിക്നിക്കിന് പോയി. അപ്പോൾ ഇവിടെ ടീഡിയം എന്ന് പറയുന്നത് ബോർഡം ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓണർ ആൻഡ് ഗ്ലോറി ഡാഷ് ഹിസ് റിവാർഡ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓണർ ആൻഡ് ഗ്ലോറി നമുക്ക് ആറാണെന്ന് തോന്നും, പക്ഷെ ഇവിടെ നോക്ക് ഹിസ് റിവാർഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഈസ് ഹിസ് റിവാർഡ് ആണ് വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇഫ് ദേ ഹാഡ് റിക്വസ്റ്റഡ് മീ ഐ ഡാഷ് ദം. അപ്പം അവരെന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തേനെ. അപ്പം ഇഫ് ദേ ഹാഡ് റിക്വസ്റ്റഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ദം. ഓപ്ഷൻ ഡി. രാജു ഈസ് എ പേഴ്സൺ ഹൂ ബിൽഡ്സ് ഇൻ ഓർ വർക്ക്സ് വിത്ത് സ്റ്റോൺ. അപ്പം എ പേഴ്സൺ ഹൂ ബിൽഡ്സ് ഇൻ ഓർ വർക്ക്സ് വിത്ത് സ്റ്റോൺ, ആ ഒരു ഇതിനെ വൺ വേർഡിൽ എങ്ങനെയാ പറയാ? മേസൺ അല്ലെ? മേസൺ ആണ് എ പേഴ്സൺ ഹൂ ബിൽഡ്സ് ഇൻ ഓർ വർക്ക്സ് വിത്ത് സ്റ്റോൺ എന്ന് പറയുന്നത് കേട്ടോ. കോൾ ദ പോലീസ് സെഡ് ദ ഓൾഡ് ലേഡി ടു ഹെർ സൺ. അപ്പൊ ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. എങ്ങനെയാ വരിക? ദ ഓൾഡ് ലേഡി കമാൻഡഡ് ഹെർ സൺ ടു കോൾ ദ പോലീസ്. അതാണ് കറക്റ്റ്. അപ്പം ദ ഓൾഡ് ലേഡി കമാൻഡഡ് ഹെർ സൺ ടു കോൾ ദ പോലീസ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് കേട്ടോ വരുന്നത്. ഇനി ഫൈൻഡ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ ഫോളോയിങ് വേർഡ്സ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാ നോക്കിയേ? എക്സെൻട്രിക്, ട്യൂഷൻ, അക്കോമഡേഷൻ, സ്പെസിമൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അക്കോമഡേഷൻ ആണ് കറക്റ്റ്. എക്സെൻട്രിക്കിന് എന്താ? എസ് അല്ല, 2 സി ആണല്ലേ വരിക. അതുപോലെ ട്യൂഷന് TUITION ആണ് വരിക. അതുപോലെ സ്പെസിമന് SPECIMEN ആണ് സ്പെസിമന് വരിക. അപ്പോൾ അക്കോമഡേഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. വരുൺസ് പേരൻസ് ഹെൽപ് ഹിം ടു ഓവർകം ഹിസ് ഡിഫിക്കൽട്ടീസ്. അപ്പോൾ ഈ ഓവർകമ്മിന്റെ അർത്ഥം വരുന്ന അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ഏതാണ്? ഓവർകം എന്ന് പറയുമ്പോൾ ഗെറ്റ് ഓവർ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ്. സച്ചിൻ പ്ലേഡ് വെൽ ഡാഷ്. അപ്പോൾ അവിടെ എന്ത് ക്വസ്റ്റ്യൻ ടാഗാണ് വരിക? സച്ചിൻ പ്ലേഡ് വെൽ, ഡിഡിൻ ഹി അല്ലേ? ഡിഡിൻ ഹി. ദ ഡോർ മസ്റ്റ് ബി കെപ്റ്റ് ലോക്ക്ഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്ത് സെന്റൻസിന്റെ എക്സാമ്പിൾ ആണ്? ദ ഡോർ മസ്റ്റ് ബി കെപ്റ്റ് ലോക്ക്ഡ്. ഇംപെരറ്റീവ് സെന്റൻസ് ആണ് അല്ലേ? അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ പോലെയുള്ളതാണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ എക്സ്ക്ലമേഷൻ മാർക്കുള്ള, അത്ഭുതം അങ്ങനെയൊക്കെ ഉള്ളത്. ഇന്ററഗേറ്റീവ് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. ഇവിടെ ഇംപെരറ്റീവ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നത് കേട്ടോ. ഇനി പിക്ക് ഔട്ട് ദ അഡ്ജക്റ്റീവ് ഫ്രം ദ ഗിവൻ സെന്റൻസ്. ഐ ആം എ ക്ലെവർ ബോയ്. അപ്പോൾ ഇതിൽ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷണം. അപ്പോൾ ഈ ബോയിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ക്ലെവർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ. ക്ലെവർ ആണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. ദ ജെൻഡർ ഓഫ് ദ വേർഡ് ഡച്ചസ്. അപ്പം ഡച്ചസ് എന്ന് പറയുന്ന വേർഡിന്റെ ജെൻഡർ അത് ഫെമിനൈൻ ആണ് കേട്ടോ. അതായത് ഡ്യൂക്ക് എന്ന് പറഞ്ഞ പ്രഭു, അപ്പം പ്രഭുവിന്റെ പത്നി, അതിനാണ് ഡച്ചസ് എന്ന് പറയാം. ഹീസ് നെയ്തർ സ്മാർട്ട് ഡാഷ് ബ്രേവ്. അപ്പൊ നെയ്തർ വരുമ്പോ എന്താണ്? നെയ്തർ നോർ. അപ്പൊ ഹീസ് നെയ്തർ സ്മാർട്ട് നോർ ബ്രേവ്. എയ്തർ ആണെങ്കിൽ അവിടെ ഓർ വരും. ഗിവ് ദ കറക്റ്റ് വേർബ് ഫോം. അപ്പൊ ഇതിൽ കറക്റ്റ് വേർബ് ഫൈൻഡ് ഔട്ട് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്. 700 rupees ഡാഷ് ടു മച്ച് ഫോർ ദിസ് സാരി. അപ്പൊ 700 rupees ഇസ് ടു മച്ച് ഫോർ ദിസ് സാരി എന്നല്ലേ പറയാ? 700 rupees ഇസ് ടു മച്ച് എന്നാ പറയാ. അപ്പൊ ഇസ് ആണ് കേട്ടോ. ചൂസ് ദ ബെസ്റ്റ് ആന്റോണിം ഫോർ ത്രിഫ്റ്റി. ഇപ്പൊ ത്രിഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? മിതമായിട്ട്, ആവശ്യത്തിന്. അതിന്റെ ആന്റോണിം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്. സിനോണിം എന്ന് പറഞ്ഞാൽ പര്യായം അല്ലെങ്കിൽ സിമിലർ അർത്ഥം. ആന്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. അപ്പൊ ആന്റോണിം ഇവിടെ എന്താ പറയാ? ആർഭാടമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ലാവിഷായിട്ട്. ആ ഒരു അർത്ഥം വരുന്നത് ഇവിടെ എക്സ്ട്രാവഗന്റ് ആണ്. ഓപ്ഷൻ ബി ആണ്. റിമെമ്പർ ടു സ്വിച്ച് ഓഫ് ദ ഫാൻ. ക്വസ്റ്റ്യൻ ടാഗ് എന്താ വരിക? അപ്പം ഇനി വിൽ യു എന്നൊക്കെയല്ലേ വരേണ്ടത്, അതായത് ഭാവിയിൽ എന്നുള്ളതാണല്ലോ വേണ്ട. അപ്പം റിമെമ്പർ ടു സ്വിച്ച് ഓഫ് ദ ഫാൻ എന്ത്? വോണ്ട് യു ആണ് അവിടെ വരിക. അപ്പം നീ അത് ഓർമ്മിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വോണ്ട് യു. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഡാഷ് 15 August. അപ്പോൾ അവിടെ എന്താ വരിക? ഓൺ 15 August ആണ്. ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓൺ 15 August. ഷീ വാസ് മെൻഡിങ് സോക്സ്. അതിനെ കറക്റ്റായിട്ട് പാസീവ് ഫോമിലേക്ക് ആക്കുക. അപ്പം എന്താണ് വരിക? ദ സോക്സ് വർ മെൻഡഡ് ബൈ ഹെർ. സോക്സ് വർ ബീങ് മെൻഡഡ് ബൈ ഹെർ. അപ്പം ഓപ്ഷൻ സി ആണ്. സോക്സ് വർ ബീങ് മെൻഡഡ് ബൈ ഹെർ. ദ മീനിങ് ഓഫ് ദ ഇഡിയം അറ്റ് 6s and 7s. അപ്പം അറ്റ് 6s and 7s എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ.
നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതിനാണ് അറ്റ് 6s and 7s എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇതിൽ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്, കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് സ്പെല്ലിംഗ് എ ആണ്, സർക്കംലക്യൂഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. പവലിയൺ എന്താണ്? PAVILION ആണ്. അതുപോലെ ഡ്രൗസിക്ക് എവിടെയാണ്? C അല്ല, S ആണ് അല്ലേ ഡ്രൗസി. പെരനിയലിന് എന്താ? PERENNIAL ആണ്, E അല്ല, പെരനിയൽ. അപ്പോൾ ഇവിടെ സർക്കംലക്യൂഷൻ ആണ് കറക്റ്റ് കേട്ടോ. അടുത്തത് മിസ്സസ് കമല സെഡ് ടു രാജു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ. അപ്പോൾ അവിടെ എന്താണ്? ഒരു കമാൻഡ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ അവിടെ എന്താ വരിക? ഓപ്ഷൻസിൽ നോക്കുമ്പം മിസ്സസ് കമല ആസ്ക് രാജു ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ. ഇവിടെ ഒരു കമാൻഡ് ആയതുകൊണ്ടാണ് ഇവിടെ നോക്ക് ടു പ്ലേസ് എന്ന് വരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ദാറ്റ് അല്ലേ കൊടുത്തിരിക്കുന്നത്, ദാറ്റ് അല്ല ഇവിടെ വരിക. ഒരു കമാൻഡ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കാര്യം അവരോട് ചെയ്യാൻ പറയുമ്പം ടു പ്ലേസ് ദ ഡിഷസ് അല്ലെങ്കിൽ ടു ആണ് അവിടെ വരിക കേട്ടോ. അപ്പം മിസ്സസ് കമല ആസ്ക് രാജു ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ, അതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ദ മീനിങ് ഓഫ് ദ വേർഡ് അൽമ മാറ്റർ. അപ്പോൾ അൽമ മാറ്റർ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പഠിച്ചിറങ്ങിയ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ്, അതിനാണ് അൽമ മാറ്റർ എന്ന് പറയാ. കറക്റ്റ്, ദ യൂണിവേഴ്സിറ്റി, സ്കൂൾ ഓർ കോളേജ് ദാറ്റ് വൺ ഫോർമർലി അറ്റൻഡഡ്. ഐ കാണ്ട് ഡാഷ് മൈ റൂംമേറ്റ്സ് മെസ്സിനെസ്. അപ്പം എനിക്ക് എൻ്റെ റൂംമേറ്റ്സിൻ്റെ ആ മെസ്സിനെസിനോട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു ഫ്രേസിൽ വെർബ് വരിക? എനിക്കതിനെ ഇനി സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്താ വരിക? പുട്ടപ്പ് വിത്ത്, അതാണ് കറക്റ്റ് വരിക. പുട്ടപ്പ് വിത്ത്, ടോളറേറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. ഇതിൽ അഡ്ജക്റ്റീവ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അഡ്ജക്റ്റീവ് ഏതാണ്? സാഡ് ആണല്ലേ വരിക, വിത്ത് എ സാഡ് ഫേസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം സാഡ് ആണ് അഡ്ജക്റ്റീവ് വരിക. സാഡ്ലി എന്ന് പറയുന്നത് മിക്കവാറും അഡ്വർബ് ആണ് വരിക. LY ഫോമിൽ വരുന്നതൊക്കെ അഡ്വർബ്, വെർബിന്റെ കൂടെയാണ്, വെർബിനെ വിശേഷിപ്പിക്കാനാണ് LY ഫോംസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ സാഡ്ലി പറയുന്നത് അഡ്വർബ് ആണ്, സാഡ് ആണ് അഡ്ജക്റ്റീവ്. ചേഞ്ച് ദ സെന്റൻസ് ഐ നോ ഹിം ഇൻ ടു എ പാസീവ് വോയിസ്. അപ്പോൾ ഐ നോ ഹിമിനെ പാസീവ് വോയിസിലാക്കുമ്പോൾ എന്താക്കും? ഹീ ഈസ് നോൺ ടു മീ എന്നാവും അല്ലേ. ഓപ്ഷൻ ബി ആണ് ഹീ ഈസ് നോൺ ടു മീ. ഹീ ക്ലൈംഡ് ഡാഷ് ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ റീജിയൻ. അപ്പോൾ ഹയസ്റ്റ് EST ഫോം ആണ്, സൂപ്പർലേറ്റീവ് ആണ്. സൂപ്പർലേറ്റീവിന്റെ കൂടെ എപ്പോഴും എന്താണ് വരിക? ദ ആണ് അല്ലേ. ഹീ ക്ലൈംഡ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ റീജിയൻ. അപ്പം EST ഫോം സൂപ്പർലേറ്റീവില് ദ ആണ് കേട്ടോ. വെൻ സെന്റൻസ് യൂസസ് എ ഗെറിണ്ട് കറക്റ്റ്ലി. അപ്പം ഈ ഗെറിണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ING ഫോമിലുള്ള വെർബ്, അത് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ, ആ ഒരു സെന്റൻസിൽ നൗണായിട്ട് ഫംഗ്ഷൻ ചെയ്യും അല്ലെങ്കിൽ നൗണിന്റെ ഫംഗ്ഷൻ ചെയ്യും. അപ്പം ആ ഒരു സംഭവം ING ഫോമിലുള്ള വെർബ് നൗണായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സെന്റൻസ് ഏതാണ് ഇതിൽ? അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്ന, കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇതിൽ വന്നിട്ടുള്ളത്? ഏത് സ്റ്റേറ്റ്മെന്റിലാണ് വന്നിട്ടുള്ളത്? ഓപ്ഷൻ സി ആണല്ലേ. ഹി സജസ്റ്റഡ് ഗോയിങ്, അല്ല സി അല്ല ഡി ആണ്. ഹി സജസ്റ്റഡ് ഗോയിങ് ഫോർ എ വാക്ക്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് വരുന്നത്. ഹി സജസ്റ്റഡ് ഗോയിങ് ഫോർ എ വാക്ക്. അടുത്തത് ഹി ഹാർഡ്ലി ഫിനിഷ്ഡ് ഹിസ് മീൽ ഡാഷ്. അപ്പോൾ ഹി ഹാർഡ്ലി ഫിനിഷ്ഡ് ഹിസ് മീൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹാർഡ്ലി ഓൾറെഡി ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള സംഭവം ആയതുകൊണ്ട് എന്ത് വരും? ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഹി ഹാഡിൻറ്റ് എന്നൊക്കെ വന്നാൽ നമ്മൾ സാധാരണ ഇവിടെ ടാഗ് പോസിറ്റീവ് ആയിട്ട് ഇടാറ്. ഇവിടെ ഹി ഹാഡ് ഹാർഡ്ലി എന്ന് വന്നതുകൊണ്ട് അത് നെഗറ്റീവ് ആയതുകൊണ്ട് ഹാഡ് ഹി എന്നാണ് നമ്മൾ ചോദിക്കുക. പോസിറ്റീവ് ആയിരിക്കും ടാഗ് കേട്ടോ. അപ്പോൾ ഈ ഹാർഡ്ലി, സ്കാർസ്ലി അതൊക്കെ എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ വരികയാണെങ്കിൽ, ഫസ്റ്റത്തെ സെന്റൻസിൽ വരികയാണെങ്കിൽ രണ്ടാമത്തതിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് ആയിരിക്കും കൊടുക്കുക. അടുത്തത് ദ ആന്റോണിം ഓഫ് മെലാൻകൊളി ഈസ്. മെലാൻകൊളി എന്ന് പറഞ്ഞാൽ വ്യഥ, ദുഃഖം അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. അപ്പോൾ ആ ഭയങ്കര ദുഃഖം ആയിട്ടുള്ള അർത്ഥം വരുന്നതാണ് സോറോ, ഗ്ലൂം, മിസറിയൊക്കെ. അതിന്റെ ആന്റോണിം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, വിപരീതം. അതെന്താണ്? ജോയ് ആണ്. ഓപ്ഷൻ സി ആണ്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗൺ. അപ്പോൾ ഇതിൽ ഈ ഒരു ജഡ്ജസിന്റെ കളക്റ്റീവ് നൗൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഡാഷ് ഓഫ് ജഡ്ജസ് ടുക്ക് എ യുനാനിമസ് ഡിസിഷൻ. അപ്പോൾ ഡാഷ് ഓഫ് ജഡ്ജസിന്റെ ആ ഒരു കളക്റ്റീവ് നൗണിന് എന്താ പറയുക? നമ്മൾ ഇതിൽ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ, ഈ ഒരു ബെഞ്ച് ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ബെഞ്ച് ഓഫ് ജഡ്ജസ് ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് റെഫറൻസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാ? ഓപ്ഷൻ സി ആണല്ലേ. REFERENCE റെഫറൻസ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. വൺ ഹൂ ഈസ് ന്യൂ ടു എ പ്രൊഫഷൻ ഓർ ആക്ടിവിറ്റി. അപ്പം ഒരു കാര്യത്തിലേക്ക് പുതുതായിട്ട് ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു കാര്യമോ പുതുതായിട്ട് ചെയ്യുന്ന ആളെ, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ പറയുന്നതാണ് നൊവൈസ്. ഓപ്ഷൻ എ ആണ് നൊവൈസ്. വാട്ട് ഡസ് ദ ഇഡിയം ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻ. അപ്പൊ ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നത് എന്താണ്?
അറിയാതെ ഒരു സീക്രട്ട് പുറത്തു വിടുക. അപ്പം ടു റിവീൽ എ സീക്രട്ട് കെയർലെസ്ലി, അതാണ് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് എ ബാഗ് എന്ന് പറയുന്നത്. നെയ്തർ റിയ നോർ ജീന ഡാഷ് എനി നോളജ് ഓഫ് ദ ഇൻസിഡന്റ്. അപ്പൊ ഇതിൽ കറക്റ്റ് വെർബ് ഏതാ വരിക? ഹെൽപ്പിംഗ് വെർബ്. നെയ്തർ നോർ വരുമ്പം റിയയോ ജിനയോ അല്ലേ? അപ്പം അവിടെ സിംഗുലർ ആണ് ഹെൽപ്പിംഗ് വെർബ് എടുക്കേണ്ടത്, ഹാസ് ആണ്. നെയ്തർ റിയ നോർ ജീന ഹാസ് എനി നോളജ് ഓഫ് ദ ഇൻസിഡന്റ്, എ ആണ് കറക്റ്റ്. വാട്ട് ഇസ് ദ കളക്റ്റീവ് നൗൺ യൂസ്ഡ് ഫോർ ലയൺസ്? അപ്പൊ ലയന്റെ ഗ്രൂപ്പിന് എന്താ പറയാ? പ്രൈഡ്. പ്രൈഡ് ഓഫ് ലയൺസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പ്ലീസ് ആസ്ക് ഹർ ടു റിപ്പോർട്ട് ടുഡേ ഡാഷ്. അപ്പൊ അവിടെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക? പ്ലീസ് ആസ്ക് ഹർ ടു റിപ്പോർട്ട് ടുഡേ. അപ്പൊ നിങ്ങൾക്ക് പറ്റുമോ എന്നല്ലേ ചോദിക്കാം. അപ്പൊ വിൽ യു, നീ ചെയ്യുവോ അല്ലെ? നിങ്ങൾ ചെയ്യുവോ? ദേ പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് ഡ്യൂ ടു ആൻ അൺഎക്സ്പെക്ടഡ് ഡിലേ ഇൻ ദ പ്രോസസിംഗ് ഓഫ് ദ ഡോക്യുമെന്റ്സ്. അപ്പൊ ഇതിൽ പോസ്റ്റ്പോണ്ട് എന്ന് പറഞ്ഞ വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്പോണ്ട് എന്ന് പറഞ്ഞാൽ നീട്ടി വെക്കുക. അതിന്റെ ഫ്രേസൽ വെർബ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രേസൽ വെർബ് ഏതാണ്? പുട്ട് ഓഫ് ആണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ്, പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ. ഇനി വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് സെന്റൻസ്? അപ്പൊ ഈ സെന്റൻസസ് ഒന്ന് വേഗം നോക്കിയേ. ഇതിൽ ഏതാണ് കറക്റ്റ് സെന്റൻസ്? ഇതിൽ ഓപ്ഷൻ എ ആണ് വരിക. ബോയ്സ് എന്നും വരില്ല, അതുപോലെ ആറും വരില്ല, ക്ലാസ് ആറും വരില്ല. നോ അതർ ബോയ് ഇൻ ദ ക്ലാസ് ഈസ് ആസ് സ്മാർട്ട് ആസ് രാഹുൽ എന്നാണ് വരിക. അപ്പം എ ആണ് കറക്റ്റ് വരുന്നത് കേട്ടോ. അടുത്തത് ഐ ആം സെർച്ചിങ് ഫോർ വേസ് ടു ബ്രേക്ക് ദ ഐസ് വിത്ത് മൈ ന്യൂ ക്ലാസ്. അപ്പൊ അതിൽ ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ടു ഡു സംതിങ് ദാറ്റ് മേക്സ് പീപ്പിൾ ഫീൽ മോർ റിലാക്സ്ഡ്. അതായത് ആളുകളായിട്ട് ഇപ്പോൾ നമ്മൾ ബ്രേക്കിംഗ് ദ ഐസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പം ആൾക്കാരായിട്ട് പരിചയപ്പെട്ട് ആ ഒരു സംഭവം ഡെവലപ്പ് ചെയ്യില്ലേ, അതിനാണ് ഈ ബ്രേക്ക് ദ ഐസ് എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഒരു കോൺവെർസേഷൻ വന്ന് അങ്ങനെ നമ്മൾ ഐസ് ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നെ കൂടുതൽ ഡീപ്പർ ആയിട്ടുള്ള റിലേഷനിലേക്ക് പോവുക. അപ്പം അതാണ് പറയുന്നത് ബ്രേക്കിംഗ് ദ ഐസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആക്കുക. ദ കിങ് റൂൾഡ് ഡാഷ് എ വാസ്റ്റ് എംപയർ. അപ്പൊ അതിൽ ഏത് കറക്റ്റ് പ്രിപ്പോസിഷനാ വരിക? ദ കിങ് റൂൾഡ് ഓവർ എ വാസ്റ്റ് എംപയർ, ഓവർ ആണ്, ബി ആണ് കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്? ഒക്കേഷന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാ വരിക? അപ്പൊ എല്ലാവർക്കും 2 എസ് ഉണ്ടോ 2 സി ഉണ്ടോ എന്നൊക്കെ കൺഫ്യൂഷൻ ആവും. കറക്റ്റ് OCCASION ആണ്. ഒരു എസ് ഉള്ളൂ കേട്ടോ, 2 സി ഉണ്ട്, ഒരു എസ് ഉള്ളൂ ഒക്കേഷന്. ഡാഷ് വാച്ച് ദാറ്റ് യു വോണ്ട് ഇസ് ഡാഷ് ലിമിറ്റഡ് എഡിഷൻ. അപ്പം ഇവിടെ എന്താ പറയുന്നത്? ഏത് ആർട്ടിക്കിളാണ് വെക്കേണ്ടതെന്നാണ്. അപ്പം ആ വാച്ച് ഏത് നിനക്ക് വേണ്ട ആ ഒരു വാച്ച് ഉണ്ടല്ലോ, പെർട്ടിക്കുലർ ആയിട്ട് ആ വാച്ച്, അതൊരു ലിമിറ്റഡ് എഡിഷൻ ആണെന്നാ പറയുന്നത്. അപ്പം ദാറ്റ് വാച്ച് അല്ലേ, ആ വാച്ച്. അപ്പൊ അവിടെ എന്താ വരിക? ദ വാച്ച്. സ്പെസിഫിക്കലി പറയണം ദ വാച്ച് ദാറ്റ് യു വാണ്ട് ഈസ് എ ലിമിറ്റഡ് എഡിഷൻ, അതൊരു ലിമിറ്റഡ് എഡിഷൻ ആണ്. അപ്പൊ ദ ആൻഡ് എ ആണ് വരിക, ഡി ആണ് വരിക കേട്ടോ ഓപ്ഷൻ. വാട്ട് ഈസ് ദ ആന്റോണിയം ഓഫ് ബെനവലന്റ്? അപ്പൊ ബെനവലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദയാലു ആയിട്ടുള്ള. അതിന്റെ ആന്റോണിയം ഓപ്പോസിറ്റ് എന്താ വരിക? ക്രുവൽ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഷട്ട് ദ ഡോർ. വാട്ട് ഈസ് ദ പാസീവ് വോയിസ് ഓഫ് ദ സെന്റൻസ്? അപ്പൊ ഷട്ട് ദ ഡോർ എന്ന് പറയുന്നത് ആ ഒരു ഓർഡർ അല്ലേ, അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ എന്താവും? ലെറ്റ് ദ ഡോർ ബി ഷട്ട് എന്നാവും. അതുപോലെ ഓപ്പൺ ദ ഡോർ എന്നൊക്കെ പറയുമ്പോൾ ലെറ്റ് ദ ഡോർ ബി ഓപ്പൺ, അങ്ങനെയാണ് അത് വരിക കേട്ടോ പാസീവിലേക്ക് ആക്കുമ്പോൾ. അടുത്തത് വാട്ട് ഈസ് ദ വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഓൾവേസ് ലുക്ക് അറ്റ് തിങ്സ് ഇൻ എ പോസിറ്റീവ് മാനർ? എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളെ നമ്മൾ എന്താ പറയുക? ഒപ്റ്റിമിസ്റ്റ് അല്ലേ? ഒപ്റ്റിമിസ്റ്റ്, ശുഭാപ്തി വിശ്വാസമുള്ള ആളെന്നൊക്കെ പറയും. വാട്ട് മോഡൽ ഓക്സിലറി ഈസ് യൂസ് ടു സജസ്റ്റ് നെസസിറ്റി ഓർ ഒബ്ലിഗേഷൻ? അപ്പൊ നെസസിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷനെ സൂചിപ്പിക്കുന്ന മോഡൽ ഓക്സിലറി ഏതാണ്? മസ്റ്റ് ആണ്, ഓപ്ഷൻ ഡി മസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഹി അബ്ഡിക്കേറ്റഡ് ഹിസ് ത്രോൺ ഡാഷ് ഹിസ് എൽഡസ്റ്റ് സൺ. അപ്പം അദ്ദേഹം എന്താണ് ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ആ ഒരു സിംഹാസനം ഒഴിഞ്ഞു കൊടുത്തു. അപ്പം അവിടെ ആ ഡാഷിന്റെ അവിടെ നമ്മൾ എന്ത് വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റും? ഫോർ ഹിസ് എൽഡസ്റ്റ് സൺ, ഇൻ റെഫറൻസ് ടു ഹിസ് എൽഡസ്റ്റ് സൺ, ഇൻ ഫേവർ ഓഫ് ഹിസ് എൽഡസ്റ്റ് സൺ, അല്ലെങ്കിൽ പിന്നെ നൺ ഓഫ് ദിസ്. അപ്പൊ ഇതിൽ ഏതാ വരിക? ഇൻ ഫേവർ ഓഫ് ആണ് അല്ലേ കുറച്ചും കൂടെ സ്യൂട്ട് ആയിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ഇൻ ഫേവർ ഓഫ് ഹിസ് എൽഡസ്റ്റ് സൺ. ലൊക്കേറ്റ് ദ മീനിങ്സ് ഓഫ് ദ ഇഡിയംസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. അപ്പം 2 ഇഡിയംസ് തന്നിട്ടുണ്ട്. അറ്റ് മൈ ഫിംഗേഴ്സ് ആൻഡ് വിത്ത് എ ഹൈ ഹാൻഡ്. അപ്പൊ അറ്റ് മൈ ഫിംഗേഴ്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഫുൾ നല്ല ധാരണ ഉണ്ടായിരിക്കുക, ഒരു കാര്യത്തിനെ പറ്റി അത്യാവശ്യം എല്ലാം അറിയാം. അപ്പം നമ്മുടെ വിരൽത്തുമ്പിലാണ് എന്ന് പറയുന്നത് ശരിക്കും മലയാളത്തിലേക്ക് അങ്ങനെ ആ ഒരു ഇത് വരുന്നില്ല, പക്ഷെ എന്നാലും അതിനെപ്പറ്റി നല്ല ധാരണയുണ്ടെന്നാണ് അർത്ഥം വരുന്നത്. വിത്ത് എ ഹൈ ഹാൻഡ്, വിത്ത് എ ഹൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒപ്രസീവ്ലി ഇതാണ് വരുന്നത്. അപ്പൊ ഇവിടെ 2 ആണ് കറക്റ്റ് വരിക, നോ ഇറ്റ് thoroughly ഒപ്രസീവ്ലി. ഐഡന്റിഫൈ ദ സിനോണിം ഓഫ് കോൺസാഗ്യുനസ്. അപ്പോൾ കോൺസാഗ്യുനസിന്റെ സിനോണിം, അതിന്റെ അർത്ഥം എന്താണ് വരുന്നത്?
എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാരാണ് കോൺസാഗ്യുനസ് കിൻസ് എന്നൊക്കെ പറയാം. അപ്പം ഓഫ് ദ സെയിം ബ്ലഡ് ഓർ ഒറിജിൻ ഓപ്ഷൻ 3 ആണ് കേട്ടോ കറക്റ്റ് വരുന്നത്. ഡി, ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത് വൺ വേർഡ് ഫോർ എക്സ്ട്രീം ഫിയർ ഓഫ് ഗോസ്റ്റ്സ് ആൻഡ് അതർ സൂപ്പർ നാച്ചുറൽ ബീങ്സ്. അപ്പൊ പ്രേതത്തിനോടും മറ്റു സൂപ്പർ നാച്ചുറൽ ബീങ്സിനോടൊക്കെ പേടിയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആ പേടീനെ എന്താ പറയാ? ഫാസ്മോഫോബിയ എന്നാണ് പറയാ. അപ്പം 3 ആണ് ഫാസ്മോഫോബിയ. ഇവിടെ ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇവർ ഓൾറെഡി 4 ഓപ്ഷൻ തന്നു, പിന്നെ ഓപ്ഷൻസ് തരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറിക്കുത്തരുത്, ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. ഹി ഇൻക്വയർഡ് വെദർ ഹിസ് നെയിം വാസ് നോട്ട് അഹമ്മദ്. ഇതിനെ ഡയറക്റ്റ് സ്പീച്ച് ആക്കണം. അപ്പൊ എന്താക്കും? ഹി സെഡ് ടു ഹിം ഇസ് നോട്ട് യുവർ നെയിം അഹമ്മദ്. അതാണ് കറക്റ്റ് വരുന്നത് ഇവിടെ. തേർഡ് വൺ ആണ് കറക്റ്റ് വരുന്നത്. ഹി സെഡ് ടു ഹിം ഇസ് നോട്ട് യുവർ നെയിം അഹമ്മദ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി. അടുത്തത് ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ ഗൈഡൻസ് ആസ് വെൽ ആസ് ദ ലവ് ഓഫ് എ മദർ ഡാഷ് വാണ്ടിങ്. അപ്പോൾ ദ ഗൈഡൻസ് ആസ് വെൽ ആസ് ദ ലവ് ഓഫ് എ മദർ വാസ് വാണ്ടിങ് ആണ് കറക്റ്റ് വരിക. വാസ് വാണ്ടിങ്, ഓപ്ഷൻ സി. ഇഫ് ഓൺലി ഐ വർ യങ് അഗെയിൻ. അപ്പൊ ഇതിനെ ഈ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ അസേർട്ടീവ് സെന്റൻസിലേക്ക് മാറ്റണം. ഇഫ് ഓൺലി ഐ വർ യങ് അഗെയിൻ എന്നുള്ളത് മാറ്റുമ്പം ഐ വിഷ് എന്ത് വരും? ഐ വിഷ് ഐ വർ യങ് അഗെയിൻ കറക്റ്റ് ആയിട്ട് വരും. ഐ വിഷ് ഐ വർ യങ് അഗെയിൻ. അപ്പം എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയാണ് കവർ ചെയ്യാനുണ്ടായിരുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ആ ചാനൽ. പിന്നെ എന്താണ്, ഫസ്റ്റ് ഫേസിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നു. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ എക്സാം എഴുതുന്നവരൊക്കെ കുറച്ച് പാനിക്കായി തുടങ്ങിയിട്ടുണ്ടാവും. എല്ലാവരും കാമായി ഇരുന്ന് പ്രിപ്പയർ ചെയ്യുക. റിവിഷൻസ് ഒക്കെ നല്ല തകൃതിയായിട്ട് നടക്കട്ടെ. അങ്ങനെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.